വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആണ്. ഇത് നമ്മുടെ ഇത്രയും നാളെ എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ബയോളജിയിലെ മുഴുവൻ ഉണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ടണിയാണ്, അതിനുശേഷം സുവോളജിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഇതിനു മുമ്പുള്ള എല്ലാ PYQ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോളുക. ആദ്യത്തെ ചോദ്യം തന്നെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ is a unique feature of angiosperms. Briefly explain syngamy and triple fusion. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മിസ് അത് എഴുതിക്കോ. അപ്പൊ സിംഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഫ്യൂസ് ചെയ്യുന്നത് 1 മെയിൽ ഗമീറ്റ് വിത്ത് എഗ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കിട്ടുന്നതാണ് സിംഗമി എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അതിന്റെ പ്ലോയിഡി നമുക്കറിയാം, 2 ഹാപ്ലോയിഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 3 ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഫ്യൂഷൻ ആണല്ലോ അല്ലെ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് 1 മെയിൽ ഗമീറ്റും ആ പോളാർ ന്യൂക്ലിയയും തമ്മിലുള്ള ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്നൊരു പേര് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് പറയുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഒരു ചോദ്യം വരുവാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എഴുതി വെക്കണം എന്നല്ല പറയുക, ഇങ്ങനെ എഴുതിക്കോളുക. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാല് ഇവിടെ ഏത് കണ്ടോ സ്ക്യൂട്ടെല്ലാം ആണെന്നുള്ള കാര്യം കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് പറ്റും. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന അടുത്ത് ചോദിക്കുന്നത് ബി ആണ്. ഓക്കെ, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കവറൊക്കെ ഉണ്ട്. മിസ് ഏതാ? നമുക്ക് അറിയാം അല്ലെ. ഇവിടെ എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് ഈ റൂട്ട് ക്യാപ്പ് ഇതിനെ ചുറ്റിട്ടാണ് വരുന്നത് കൺഫ്യൂഷൻ വരും. അപ്പൊ അത് നോക്കി വെച്ചോ കേട്ടോ. ചിലപ്പോൾ മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ എപ്പിബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എപ്പിബ്ലാസ്റ്റ് അറിയാം നമുക്ക്, റിമൈൻസ് ഓഫ് സെക്കൻഡ് കോട്ടിലിഡോൺ ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തിലേക്ക് പോകാം. Next question, observe the diagram of pollen grain given below and answer the questions. Identify the cell A and B. Yes, A നമുക്കറിയാം, എയും ബിയും അറിയാം. എ ആണെങ്കിൽ നമ്മുടെ വെജിറ്റേറ്റീവ് സെൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ബി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറേറ്റീവ് സെല്ലും ആണ് കേട്ടോ. അപ്പൊ ഈ 2 സെല്ലുകളുടെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വെജിറ്റേറ്റീവ് സെൽസിന്റെ 2 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ഷോർട്ട് ആയിട്ട് എഴുതി തരാം. ഒന്ന് ലാർജ് ആണ്, അത് വളരെ വലിപ്പമുള്ള ഒരു സെല്ലാണ്. പിന്നെ ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്തോളുക, അറിഞ്ഞു വെച്ചോളുക. ഇനിയിപ്പോ ജനറേറ്റീവിലേക്ക് വരുമ്പോൾ അത് സ്മോൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ സ്പിൻഡിൽ ഷേപ്ഡ് ന്യൂക്ലിയസ് ഒക്കെ നമുക്ക് കാണാനായിട്ടും പറ്റും. അപ്പൊ അതുകൂടെ നോക്കിയാൽ മതി. ഓക്കെ, then അടുത്തത് സെൽഫ് ഇൻകംപാറ്റബിലിറ്റി is an outbreeding mechanism seen in plants. Define self incompatibility. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും ചോദിക്കുക. ചോദ്യം വരുന്നത് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസിൽ ഒരു സംഭവമാണ് നമ്മുടെ ഈ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിൽ എന്താന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഇവിടെ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി മാത്രം, ഇത് ജനറ്റിക്കൽ മെക്കാനിസം ടു പ്രിവെന്റ് സെൽഫ് പോളൻ ഗ്രെയിൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചോളുക. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകളുടെ ഓർത്ത് വെക്കണം. ഡിഫറെന്റ് പൊസിഷനും ആൻഡ് ഇതിന്റെ ഫോർമേഷൻ ഒക്കെ സിൻക്രണൈസ് ചെയ്യാത്തതും ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്സ്വൽ ഫ്ലവേഴ്സും അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. യെസ്, ദെൻ Identify the given figure and label the parts. ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇവിടെ ഏതൊക്കെയാണെന്നുള്ളത്. എടുത്തൊന്ന് എഴുതിയാൽ മതി അല്ലേ. അതിന് 2 മാർക്കും കിട്ടാൻ പോവാണ്. എ എന്ന് പറയുന്നത് പ്ലൂമ്യൂൾ ആണ്, ബി എന്ന് പറയുന്നത് നമ്മുടെ കോട്ടിലിഡൻസ് ആണ്, സി എന്ന് പറയുന്നത് റാഡിക്കൽ ആൻഡ് ഡി കവർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ ആ സംഭവം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തത് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ഓഫ് മെനി പെക്യുലാരിറ്റീസ് റൈറ്റ് ഡൗൺ എനി ഫോർ. ഇത് ഏതും ചോദിക്കാം. വാട്ടർ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസെക്ട് ചോദിക്കാം, അല്ലെങ്കിൽ വിൻഡ് ചോദിക്കാം. ഓക്കെ, ഇത് എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോളിനേഷനിൽ ചോദ്യം വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന അഡാപ്റ്റേഷൻസ് ആയിരിക്കും ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ടോഗമി, ജിയനോഗമി, സിനോഗമി അതിനൊരു ചോദ്യം ഉറപ്പാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാത്ത ഒരു എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാട്ടറിനെ ചോദിക്കുമ്പോഴത്തേക്ക് റിബൺ ഷേപ്ഡ് ലോങ് ആണ്, നോ കളർ, നോ ഫ്രാഗ്രൻസ്. നമുക്ക് മറ്റേ ഓപ്പോസിറ്റ് എല്ലാം എഴുതി വെക്കാണ്ട് വരും. പിന്നെ ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ടാവുന്ന കാര്യമാണ്. അവോയ്ഡ് വെറ്റിംഗ്, അതായത് അത് നനഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉള്ള കാര്യം ഇവിടെ എന്ത് ചെയ്തോളുക, ഒന്ന് ഓർത്ത് വെച്ചോളുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് ബാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം. ഓക്കെ, അടുത്തത് Observe the given figure of microsporangia and label parts A, B, C and D. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ഈ ഡയഗ്രാം ബേസ്ഡ് ചോദ്യം വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. എനിക്ക് ഇഷ്ടംപോലെ ഡയഗ്രാം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ എ എപ്പിഡെർമിസ് ആൻഡ് ബി എൻഡോതീഷ്യം ആൻഡ് സി മിഡിൽ ലെയേഴ്സ് ആണ്. ഔട്ടർ 3 ലെയേഴ്സിന്റെ ഫംഗ്ഷൻസ് ഒക്കെ അറിയാലോ അല്ലെ. പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഗിസൻസ് ആണ് വരുന്നുള്ള കാര്യം ആലോചിച്ചോളുക. ദെൻ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടപ്പീറ്റം ആണ് അതിന്റെ ഫംഗ്ഷൻ, നറിഷിംഗ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ഓക്കെ, അപ്പം അത് നോക്കുക. ഇത് അടുത്ത ഡയഗ്രാം വരുന്നു. ഇത് എംബ്രയോസാക്കിന്റെ സ്ട്രക്ചർ കൊടുത്തേക്കാണ് അല്ലെ. ഒബ്സർവ് ദ ഗിവൻ ഫിഗർ മെച്ചുവർ എംബ്രയോസാക്ക്. അത് ആദ്യം ആന്റിപോഡൽ സെൽസ്, 3 ആന്റിപോഡൽ സെൽസ് ഉണ്ടാകും. അതിന്റെ പ്ലോയിഡിയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ബി എന്നുള്ളത് സിനോർഗിഡ്സ് ആണെന്നുള്ള കാര്യം അറിയുക. ദെൻ യെസ്, അവിടെ ചോദിച്ചിട്ടുണ്ട് ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഫിലിഫോം അപ്പാരറ്റസ് നമുക്കറിയാം ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ ഗൈഡിങ് ദ എൻട്രി ഓഫ് pollen tube ആണ്. യെസ്, ഓക്കെ, മിസ് നല്ല ഫാസ്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടല്ലോ. യെസ്, define parthenocarpic fruit with one example. യെസ്,
പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനായിട്ട് വരുന്നത് ബനാന ഒരു എക്സാമ്പിൾ ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്താൽ അതിന് പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫോൾസ് ഫ്രൂട്ടിന്റെ കാര്യം കൂടി ഈ ടൈമിൽ നിങ്ങൾ ഓർത്തോണോ. ഫോൾസ് ഫ്രൂട്ട് അതായത് ഏതെങ്കിലും ഒരു പാർട്ട് ഫ്രൂട്ട് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഫോൾസ് ഫ്രൂട്ട് എന്ന് അറിയണം. ആപ്പിളൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതും ആണ്. ഇവിടെ ബനാനനെ ഒന്ന് ഓർത്തിച്ചാൽ മതി. ഓക്കെ, ദെൻ observe the given figure of ovule and label the parts A, B, C and D എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഫ്യൂണിക്കിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഫ്യൂണിക്കിളിന്റെ ഫംഗ്ഷൻ ഒക്കെ അറിയാലോ അല്ലേ. അതായത് നമുക്ക് ആ ഒരു ഫ്രൂട്ടിനെയും ആ പറഞ്ഞ സീഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയൻ ആണ് നമ്മുടെ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു ഓപ്പണിംഗ് കാണാൻ പറ്റും. അതിന്റെ പേരാണ് ഇപ്പൊ മിസ് എഴുതിയത് മൈക്രോപൈൽ എന്ന് പറയും. ദെൻ ഇവിടെ സി കാണിച്ചിട്ടുണ്ട്, അത് എംബ്രയോ സാക്കാണെന്നുള്ള കാര്യം അറിയണം. ദെൻ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ ന്യൂസെല്ലസ് ഒക്കെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ. ഈ മൈക്രോപൈലാർ പോളിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ചലാസൽ എൻഡ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്ത് കൊടുക്കുക, അവർക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ ഈ ചിത്രം എപ്പോഴും പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ ഔട്ടർ ഇൻഡഗ്മെന്റ് ഇന്നർ ഇൻഡഗ്മെന്റ് എല്ലാം ഒന്ന് നോക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, next question. observe the figure of monocote seed and label the parts marked as A, B, C and D. Okay, നമുക്കറിയാം A എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം ആണ്. ഓക്കെ, then B സ്ക്യൂട്ടല്ല എന്നുള്ള പേര് നമുക്കറിയാം. ദെൻ ഇവിടെ സി കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ പ്ലിമ്യൂൾ ആണ് ഇവിടെ വരുന്നത്, എഴുതിക്കോളാം പ്ലിമ്യൂൾ ആണ്. ദെൻ ഇവിടെ ഡി കൊടുത്തിട്ടുണ്ട്, ഇത് റാഡിക്കൽ ആണെന്നുള്ള കാര്യം കൂടി ആലോചിച്ച് കൊടുക്കുക. ഇനി അവിടെ അവർ മാർക്ക് ചെയ്തിങ്ങനെ ലേബൽ വരാൻ തന്നെ നോക്കണം. ഇവിടെയാണ് കൊടുത്തെങ്കിൽ ഇത് കോളിയോപ്റ്റൈൽ ആണെന്നും ഇത് കോളിയോറൈസ് ആണെന്നൊക്കെ ഒന്ന് കൊടുത്തു കൊടുക്കുക. പിന്നെ മിഷ ഇതൂടെ പറഞ്ഞേക്കാം, പ്രൊട്ടക്റ്റീവ് ലെയർ സോറി ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന അല്യൂറോൺ ലെയറിന്റെ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ദെൻ different stages of development in a dicot embryo given below, arrange them in the correct sequential order. ആദ്യം pro embryo, yes first ആണ്. ഓക്കേ globular embryo, yes globular കഴിഞ്ഞു കഴിഞ്ഞാൽ heart shaped embryo, heart shaped കഴിഞ്ഞു കഴിഞ്ഞാൽ mature embryo. ഇത് ചോദിക്കാറുണ്ട്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. then അടുത്തത് outer layer of polygon is made up of sporopollenin. What is the importance of sporopollenin? അത് എന്താണെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സൈൻ അല്ല ഔട്ടർ ലെയർ ഉണ്ടാക്കുന്നത് സ്പോറോപോളിൻ അല്ലേ. സ്പോറോപോളിന്റെ കാറ്റഗറീസ് ഒന്ന് മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ടിൽ നൗൺ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും റെസിസ്റ്റന്റ് ഉള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ്. പിന്നെ നോ എൻസൈം ക്യാൻ ഡീഗ്രേഡ്, ഒരു എൻസൈമിന് ഒരു എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇൻ ഹൈ അസിഡിക് ആൻഡ് ആൽക്കലിക് കണ്ടീഷൻ, എവിടെ വേണേലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഫോസിലായിട്ട് കുറെ നാൾ ഈ പോളഗേൻസിനൊക്കെ അവിടെ നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോറോപോളിന്റെ ഒരു കഴിവാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. 1 മാർക്കിലും 2 മാർക്കിലും 3 മാർക്കിലും എല്ലാം ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്ത് കൊടുക്കുക, ഓർത്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ബയോളിസ്റ്റിക്സ് ആൻഡ് മൈക്രോ ഇഞ്ചക്ഷൻ ബയോടെക്നിലേക്ക് കടന്നു അല്ലേ. ബയോടെക്നോളജി കടന്നു. എന്താണ് ബയോളിസ്റ്റിക്സ്, എന്താണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ തവണ ഫസ്റ്റ് ടൈം എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇത്. രണ്ട് ചോദിക്കാറുണ്ട്, ബയോളിസ്റ്റിക്സും മൈക്രോ ഇഞ്ചക്ഷൻ. മൈക്രോ ഇഞ്ചക്ഷൻ ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ആനിമൽ സെല്ലിലാണ് അത് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. എന്ത്, ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ പോകും, റീകോംബിനന്റ് DNA ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പോവാണ് അവിടെ എന്നുള്ള കാര്യം ആലോചിച്ച് കൊടുക്കുക. ബയോളിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിലാണ്, അതൊരിക്കലും മാറിപ്പോലെ അതിന് മറ്റൊരു പേരൂടെ പറയും, ജീൻ ഗൺ എന്നൊരു പേരോട് പറയും. ഓക്കെ, അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് ടങ്ഷൻ ഇതൊക്കെ ഒരു ബുള്ളറ്റ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ DNA ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ചുറ്റി വെച്ചിട്ട് ബോംബാർഡ് ചെയ്യാണ്, അല്ലെങ്കിൽ വെടിവെച്ച് നമ്മൾ ഉള്ളിലേക്ക് ഇടാൻ പോവാണ്. അതാണ് ജീൻ ഗൺ എന്നൊരു പേര് എന്നുള്ള കാര്യം എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുതുക. ഇവിടെ നമ്മൾ എല്ലാം എഴുതാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ചെറിയ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എക്സ്പ്ലെയിൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, എഴുതി വെച്ചോളുക കേട്ടോ. ഓക്കെ, then observe the figure, write the name of this process. Yes, agarose gel electrophoresis ആണെന്നുള്ള കാര്യം നമുക്കറിയാം. കുഴപ്പമില്ല, ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ഈ ഒരു പ്രോസസ്സ് നമുക്കറിയാം. ഇവിടെ ചെയ്യുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒരു പോറുകളിൽ നമ്മൾ എന്ത് ചെയ്യും, DNA ഒഴിച്ചിട്ട് അവിടെ നമ്മൾ ആ ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ആ നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ മൂവ് ചെയ്യുന്ന വഴിക്ക് നമുക്കറിയാം വണ്ണം കൂടുതലുള്ള ഒരു പയ്യെ ഓടുകയുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ ഏറ്റവും തിക്കായിട്ടുള്ളവരൊക്കെ അവിടെ നിൽക്കുകയും പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഇത് കാണാൻ ചുമ്മാ കാണാൻ പറ്റുമോ? ഇല്ല. ഏത് സ്റ്റെയിനാ മിസ്സേ? നമ്മുടെ എഥീരിയം ബ്രോമൈഡ് യൂസ് ചെയ്യണം. പിന്നെ UV ലൈറ്റിൽ മാത്രമേ പറ്റുള്ളൂ. അതും ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് ഇവർ എന്ത് ചെയ്യാണ്ട് പറ്റും, കാണാനും പറ്റും. ആ പ്രോസസ്സുകൾ മുഴുവൻ ഒന്ന് ഓർത്തിരുന്നോളുക. ഓക്കെ, then എഥീരിയം ETHY ആണോ I ആണോ എനിക്കറിയില്ല. Okay. What are the 2 core techniques that enable the birth of modern biotechnology? നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ്. ഏറ്റവും ആദ്യം ചോദിച്ച വർഷം കണ്ട 2024 മാർച്ചിൽ എക്സാമിന് ചോദിച്ചതാണ്. അത് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ബയോടെക്നോളജി ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ടാണ് ജനറ്റിക് എഞ്ചിനീയറിംഗും ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ള കാര്യവും ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ള കാര്യം എഴുതി വെച്ചോളുക. ജനറ്റിക് എഞ്ചിൻ എന്ന് വെച്ചാൽ ആ ഒരു ജീനിന്റെ ഓൾട്ടർനേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ബയോ പ്രോസസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദാറ്റുള്ള പ്രോസസ്സുകളൊക്കെ. ഓക്കെ, then
എക്സ്പ്ലെയിൻ ഹൗ ബാക്ടീരിയൽ സെൽസ് ആർ മെയ്ഡ് കോമ്പിറ്റന്റ് ടു ടേക്ക് അപ്പ് DNA എന്ന് ചോദിച്ചേക്കാണ്. ഒരു DNA എടുക്കാനായിട്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രീറ്റിംഗ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ, കാൽഷ്യം പോലെ ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഡൈവാലന്റ്, നല്ല സ്പെല്ലിംഗ്, ഡൈവാലന്റ് കാറ്റയോൺ ലൈക്ക് നമ്മുടെ ഏതാ മാറിപ്പോയതാണ്. യെസ്, ചെറുതായിട്ട് മാറിപ്പോയത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇൻക്യുബേഷൻ ഇൻ ഐസ് ആണ്. ഇൻക്യുബേഷൻ ഇൻ ഐസ്, അതിനുശേഷം ഹീറ്റ് ഷോക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കുകയാണ്. അതൊരു 42 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരു ഹീറ്റ് ഷോക്ക് നമ്മൾ കൊടുക്കുന്നു. ദെൻ അഗെയിൻ ഇൻക്യുബേഷൻ ഇൻ ഐസ്. മിസ് എഴുതിയാൽ മതിയായിരുന്നു അല്ലേ? ഈ സൈഡിൽ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. ഇൻക്യുബേഷൻ ഇൻ ഐസ് കഴിഞ്ഞാണ് മിക്കവാറും. ഓക്കെ, ദെൻ വിച്ച് എൻസൈംസ് ആർ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്. എന്താണ് മോളിക്കുലാർ സിസേഴ്സ്? കട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെ. മോളിക്കുലാർ സിസേഴ്സ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിനാണ് ആ ഒരു പേര് പറയുന്നത്. അത് രണ്ട് പേരുണ്ടെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് ആൻഡ് എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്. ദെൻ വാട്ട്സ് ദി യൂസ് ഓഫ് ദിസ് എൻസൈം ഇൻ ജനറ്റിക് ഇൻഡിക്കേറ്റ് ടു കട്ട് DNA മോളിക്യൂൾസ്. ടു കട്ട് മോളിക്യൂൾസ് എഴുതിയാൽ മതി. ആ രണ്ട് പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ സംഗതി ഓക്കെ ആണ്, മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. നമ്മുടെ ആരാ PBR 322 ആണെന്നുള്ള കാര്യം അറിയുക. ഇവരുടെ ആ ഫീച്ചേഴ്സ് എഴുതാനായിട്ട് ഈ ചിത്രമാണ് വന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒന്ന്, ഒരു ഒറൈ സൈറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കൊള്ളുക. ദെൻ പിന്നെയുള്ളത് കുറെ റെസ്ട്രിക്ഷൻ സൈറ്റ്സുകൾ, കുറെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഓപ്ഷൻസ്, റെസ്ട്രിക്ഷൻ സൈറ്റ്സുകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 പോയിന്റുകൾ നമുക്കായി. അത് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നോക്കി നമുക്ക് എഴുതിയെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ അടുത്തത് What are palindromic DNA nucleotide sequences? Write one example for palindromic sequence. Okay. അതായത് അവിടെ നിന്ന് വായിച്ചാലും ഇവിടെ നിന്ന് വായിച്ചാലും എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മലയാളം. ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്ഷനിലും ഒരേപോലെ വായിക്കുന്നതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. നമ്മൾ എഴുതി അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും. പക്ഷെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ സീക്വൻസ് DNA സീക്വൻസ് തന്നെ എഴുതാം. TTC എഴുതുക, നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചെഴുതിയാൽ മതി. GAA. അല്ലാതെ നിങ്ങൾ എക്സാമിന് ഇത് പാലിൻഡ്രോമിക് സീക്വൻസ് ഇതാണെന്നിട്ട് മലയാളം വാവ് അല്ലെങ്കിൽ ഈ സംഭവം എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സാമ്പിൾ വേണമെങ്കിൽ താഴെ എഴുതി വെക്കാന്നുള്ളൂ. അപ്പൊ കോംപ്ലിമെന്ററി ആൻഡ് മസ്റ്റ് റീഡ് ദ സെയിം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബോട്ടണിയിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുവോളജിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ. സോ നമുക്ക് ഇനി സുവോളജിയുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പ്ലാസന്റ ഓൾസോ ആക്ട്സ് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ്. സോ ക്വസ്റ്റ്യൻ A, നെയിം എനി 2 പ്ലാസന്റൽ ഹോർമോൺസ്. Write 2 functions of placenta other than endocrine function. Okay. അപ്പൊ നമ്മളുടെ പ്ലാസന്റ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്ലാസന്റയ്ക്ക് ആക്ച്വലി 3 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ആ ട്രാൻസ്പോർട്ടേഷനിൽ ഓക്സിജന്റെയും അതുപോലെ ന്യൂട്രിയൻസിന്റെയും ട്രാൻസ്പോർട്ടേഷൻ ബേബിക്ക് ട്രാൻസ്പോർട്ട് മദേഴ്സ് ബോഡി ടു ദ ഫീറ്റസ്. ഓക്കെ, അതേപോലെ തന്നെ ഫീറ്റസിന്റെ ബോഡിയിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ശേഷം റിമൂവ് ചെയ്യേണ്ട എക്സ്ക്രീറ്ററി ഓർ വേസ്റ്റ് മെറ്റീരിയലും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന റെസ്പിറേറ്ററി ഗ്യാസിനെ മദറിന്റെ ബോഡിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസന്റ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു ചാനൽ പോലെ ബിറ്റ്വീൻ മദർ ആൻഡ് മനസ്സിലാക്കണം. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടി അവിടെ ഉണ്ട്. ആൻഡ് അടുത്ത ഒരു പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലാസന്റയുടെ ഫംഗ്ഷൻ എഴുതാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് from mother's body to the body of the fetus or embryo. Okay, from mother to fetus. Okay, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിസ് കോമേറ്റ് എഴുതാം. നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഫംഗ്ഷൻ elimination of waste, carbon dioxide and waste or excretory materials. Okay, elimination of. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെയിം എനി 2 പ്ലാസന്റൽ ഹോർമോൺസ്. ഓക്കെ, പ്ലാസന്റ പ്രഗ്നൻസി ടൈമിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. HCG, HPL, പ്രൊജസ്റ്റോജൻ ആൻഡ് ഈസ്ട്രജൻ. ഓക്കെ, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോപ്പിൻ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പൊ ഇതിൽ നമ്മളുടെ അടുത്ത് എനി 2 ഹോർമോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി.
ഓക്കെ HBL. ഓക്കെ, ഇതും ക്യാപിറ്റൽ ആണ് കേട്ടോ, ഇതും ക്യാപിറ്റൽ ആണ്. അപ്പൊ ഇപ്പൊ ഇത് നിങ്ങൾ എഴുതുമ്പോൾ നോട്ട് ചെയ്താൽ മതി, എച്ചും ഈ രണ്ട് എച്ചും സ്മോൾ ലെറ്റേഴ്സ്, PLും CGയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യന്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഓവറി റിലീസ് ചെയ്യുന്ന റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടി ഉണ്ട്. റിലാക്സിൻ, HCG ആൻഡ് HPL ആണ് പ്രഗ്നൻസി ടൈമിൽ മാത്രം ഫീമെയിൽസിൽ കണ്ടുവരുന്ന ഹോർമോൺസ്. ഓക്കെ, അതും എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഈ കൂട്ടത്തിൽ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The graph given below shows the ovarian events and ovarian hormone levels during menstrual cycle. So name hormones A and B. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ A and B ഏതാണെന്ന്, ഏത് ഹോർമോൺ ആണെന്ന് പറയണം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഷുവർ ആണ്. Write the ovarian events during luteal phase of menstrual cycle. So നമുക്ക് ക്വസ്റ്റ്യൻ 1ന്റെ ആൻസറിലേക്ക് പോകാം മിസ്സേ. So name hormones A and B. Okay, അപ്പൊ നമ്മൾക്ക് ovarian hormones ഉണ്ട്, pituitary hormones ഉണ്ട്, menstrual cycle. അപ്പൊ മാറി മാറി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാഫ് മാർക്ക് ചെയ്യാൻ എക്സാമിന് ചോദിക്കും. ഇവിടെ ovarian hormones ആണ് ചോദിച്ചിരിക്കുന്നത്. B എന്ന് പറയുന്ന ഗ്രാഫിൽ നിങ്ങൾക്ക് 2 സർജ് കാണാൻ പറ്റും. നോക്കൂ, ഈ ഒരു പോയിന്റിൽ, അതായത് ആ ഒരു ഓവുലേറ്ററി ഫേസിന്റെ തൊട്ട് മുൻപിലായിട്ടും അതേപോലെ തന്നെ ലൂട്ടിയൽ ഫേസിന്റെ ിലേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതിന്? ബിക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ എക്ക് നിങ്ങൾക്ക് ഈ ഒരു ലൂട്ടിയൽ ഫേസിന്റെ, കോർപ്പസ് ലൂട്ടിയത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഒരൊറ്റ സർജേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്നു പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ ആ ഒരൊറ്റ ടൈമിൽ മാത്രമേ ഹൈക്ക് കാണിക്കുന്നുള്ളൂ. പക്ഷെ ഈസ്ട്രജന്റെ കേസിൽ ഗ്രോ ചെയ്യുന്ന ഫോളിക്കിൾസ് ഈസ്ട്രജനെ റിലീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ലൂട്ടിയൽ ഫേസിന്റെ എൻഡിലേക്ക് പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്തതിന് ശേഷം ഈസ്ട്രജൻ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ 2 ഹൈക്ക് കാണുന്നത് ഈസ്ട്രജൻ, 1 ഹൈക്ക് കാണുന്ന പ്രൊജസ്ട്രോൺ. ഇങ്ങനെ പഠിച്ചു വെക്കരുത്, കോൺസെപ്റ്റ് പഠിക്കണം. പക്ഷെ ഇപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 1 ഹൈക്ക് കാണുന്നത് പ്രൊജസ്ട്രോണും 2 കാണുന്നത് ഈസ്ട്രജൻ. അതേപോലെ നിങ്ങൾ FSHന്റെയും LHന്റെയും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് റൈറ്റ് ദ ovarian events during luteal phase. സോ നമ്മുടെ ഈ ഒരു ഫേസിൽ, ലൂട്ടിയൽ ഫേസിൽ എന്തൊക്കെ ഇവന്റ്സ് ആണ് നടക്കുന്നത്? സോ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആരാണ് ഇത്? നമ്മളുടെ കോർപ്പസ് ലൂട്ടിയം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. കോർപ്പസ് ലൂട്ടിയം ഇസ് റിലീസിങ് പ്രൊജസ്ട്രോൺ. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ആ പ്രൊജസ്ട്രോണിന്റെ റിലീസ് എന്തിനു വേണ്ടി ഇമ്പോർട്ടന്റ് ആണ്? എൻഡോമെട്രിയൽ തിക്കനിങ്ങിന് വേണ്ടിയിട്ടും പ്രോലിഫറേഷന് വേണ്ടിയിട്ടും, വിച്ച് ഇസ് വെരി നെസസറി ഫോർ ദ ഇംപ്ലാന്റേഷൻ ആൻഡ് ഫർദർ ഇവന്റ്സ് ഓഫ് പ്രഗ്നൻസി. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനും ബാക്കി പ്രഗ്നൻസിയുടെ ഇവന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു എൻഡോമെട്രിയൽ തിക്കനിങ് ഇമ്പോർട്ടന്റ് ആണ്. അത് സപ്പോർട്ട് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the diagram and answer the questions about oviduct. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ആണ്. സോ എ ക്വസ്റ്റ്യൻ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ഓവം. ഓവറിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്യുന്ന ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്കെ, സോ ദാറ്റ് ഈസ്, അയ്യോ മിസ് കളർ മാറിപ്പോയി. ഓക്കെ, റൈറ്റ്. ഈ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു കോണിക്കൽ ഷേപ്പ് കാണാം. ഈ ഒരു ഫണൽ ഷേപ്ഡ് കോണിക്കൽ പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻഫണ്ടിബുലം എന്ന് വിളിക്കും. ആ ഇൻഫണ്ടിബുലത്തിന്റെ എൻഡിൽ നിങ്ങൾക്ക് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ദാറ്റ് പ്രൊജക്ഷൻ ഇസ് വെരി നെസസറി ഫോർ ദ ക്യാപ്ചർ ഓഫ് ഓവം ഫ്രം ദ ഓവറി ഡ്യൂറിങ് ഓവുലേഷൻ. ഓവുലേഷന്റെ സമയത്ത് ഓവറി റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So that is known as fimbriae. അടുത്തത് part of oviduct with narrow lumen that joins the uterus. Okay, 2 സൈഡിലെ fallopian tube or oviduct നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതെ, ഈ ഒരു യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്നത് നാരോ ലൂമൻ ഉള്ള പാർട്ടാണ്. ആ നാരോ ലൂമൻ ഉള്ള പാർട്ടിനെ നമ്മൾ വിളിക്കുന്നു isthmus. Okay, isthmus. And next question, funnel shaped part of oviduct that is seen near the ovary. നമ്മൾ already പറഞ്ഞു. That is infundibulum. Okay, that funnel shaped part with finger like projections is known as infundibulum. Okay, sorry, and spelling mistake. Okay, infundibulum. Okay, and the deep part, last one, site of fertilization. So നമ്മുടെ ampulla region, ആംപുലാർ റീജിയനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആംപുലാർ റീജിയൻ എന്ന് പറയുന്നത് വൈഡർ ലൂമൻ ഉള്ള റീജിയൻ ആണ്. ഇൻഫണ്ടിബുലത്തിന് ശേഷം ആംപുലാർ റീജിയൻ ആണ്, വൈഡർ പാർട്ടാണ് ആംപുല എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നാരോ ലൂമൻ ഉള്ള ഇസ്ത്മസ്. ആക്ച്വലി ആംപുല ഇസ്തമിക് ജംഗ്ഷനിലാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഈവന്റ്. അതായത് നിങ്ങൾ പഴയ NCERT നോക്കുകയാണെങ്കിൽ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ബട്ട് അക്കോർഡിംഗ് ടു ന്യൂ NCERT അവരത് മാറ്റി ആംബുലാർ റീജിയൻ എന്ന് ആക്കിയിട്ടുണ്ട്. അതായത് ആംബുലയുടെയും ഇസ്തമസിന്റെയും ജംഗ്ഷനിലാണ്. പഴയ NCERT അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് നൗ അത് കറക്റ്റ് ആയിട്ട് ആംബുലാർ റീജിയൻ എന്ന് തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു ഫോളോ ആംബുലറി റീജിയൻ എന്ന ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ. Observe the given diagram of male reproductive system and identify the parts labeled as A, B, C and D. ഓക്കെ, അതായത് ഒന്നെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഏതെങ്കിലും ഒന്ന് നിർബന്ധമല്ല ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. So first A ലേക്ക് പോവാം മിസ്സേ. A is നമ്മുടെ vas deferens, ആക്സസറി ഡക്ട് സിസ്റ്റം. അപ്പം നമ്മൾക്ക് ടെസ്റ്റസിന്റെ ഉള്ളിൽ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസിന്റെ ഉള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ തന്നെയുള്ള റെറ്റി ടെസ്റ്റസിലേക്ക് പോകുന്നു. ആ റെറ്റി ടെസ്റ്റസ് പുറത്തേക്ക് എമേർജ് ഔട്ട് ചെയ്ത് ആരായി പോകുന്നു? റെറ്റെ ടെസ്റ്റ് പുറത്തേക്ക് എമേർജ് ചെയ്ത് വാസ എഫറൻഷി ആയി പോകുന്നു. അത് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഒരു പോസ്റ്റീരിയറിൽ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് സി. അതിന് നമ്മൾ എന്ത് വിളിക്കും? എപ്പിഡിഡൈമിസ്. അതിന് നമ്മൾ എപ്പിഡിഡൈമിസ് എന്ന് വിളിക്കും. ഓക്കെ, അതിനെ നമ്മൾ എപ്പിഡിഡൈമിസ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ബി ഈസ് യുറീത്ര. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് യുറീത്രയാണ്. അപ്പൊ മെയിൽസിന്റെ കേസിൽ ഈ ഒരു പെനിസിന്റെ ത്രൂ ഔട്ട് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് യുറീത്ര കാണാം. ദാറ്റ് എൻഡ്സ് ഇൻ ദ യുറീത്രൽ ഓപ്പണിംഗ്. യുറീത്രൽ മിയാറ്റസിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ യുറീത്ര കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് യൂറിനറി ബ്ലാഡറിന്റെ തൊട്ട് താഴെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ, ബി ആൻഡ് സി. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകാം? ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ സ്പേമിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ലേബൽ ചെയ്യാം. ഫസ്റ്റ് ഈസ് എ. നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു വെസിക്കിൾ ഈസ് ഫിൽഡ് വിത്ത് എൻസൈംസ് എന്ന് പറഞ്ഞ് നമുക്കറിയാലോ. സോ എ പാർട്ട് എന്ന് പറയുന്നത് ഹെഡിന്റെ മുകളിലായിട്ട് ഒരു ക്യാപ് ഷേപ്ഡ് ഹെഡ്, ഒരു തൊപ്പി വെച്ച പോലെയുള്ള ഒരു സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് എൻസൈം. അതിന്റെ ഉള്ളിൽ നിറച്ചും ആക്രോസോമൽ എൻസൈംസ് ആണ്. സോ ബി. അടുത്തത് നമ്മുടെ ഹെഡ് കഴിഞ്ഞ് നെക്ക് ഉണ്ട്, അതിന് ശേഷം വരുന്ന നമ്മുടെ ഈ ഇലോങ്ങേറ്റഡ് പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഡിൽ പീസ് എന്ന് വിളിക്കുന്നത്. നിറച്ചും മൈറ്റോകോൺട്രിയ ഉള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, മൂവ്മെന്റിന് വേണ്ടിയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ എനർജി വെച്ച് ATP ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മിഡിൽ പീസ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് നമുക്കൊരു ടെയിൽ പോർഷൻ ഉണ്ട്. ആക്ച്വലി ഈ ടെയിൽ എന്താണ്? ഫ്ലജെല്ലയാണ്. യെസ്, നമ്മുടെ സ്പേമിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കൂടെ മൂവ് ചെയ്ത് പോകണം. അതിൻ്റെ ഉള്ളിലുള്ള പ്രഷറിന് എഗൻസ്റ്റ് മൂവ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഈ ടെയിൽ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സ്വിമ്മിംഗ് മൂവ്മെന്റ് എനേബിൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ടെയിൽ എന്ന് മാർക്ക് ചെയ്യാം മിസ്സേ. ടെയിൽ എന്നാണ്. ഇവര് മാറിപ്പോകും. ഫ്ലജെല്ല ഇറേസ് ചെയ്തു. ദാറ്റ് ഇസ് ടെയിൽ പാർട്ട്. അത് ടെയിൽ ആണ്. ടെയിൽ. Okay, so അടുത്ത question. Filling the blanks reproductive health. Yes, reproductive health. Filling the blanks with suitable terms given in bracket. Progesterone, multilode 375 volt, periodic abstinence, tubectomy, Saheli. So barrier method ile condom-ത്തിന് ശേഷം ഏതാണ് barrier method ൽ വരുന്നത്? നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് that is vault. കോണ്ടം എന്ന് പറയുമ്പോൾ മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. അതുകൂടാണ്ട് ഫീമെയിൽസിൽ മാത്രം വരുന്ന ബാരിയേഴ്സ് വാൾസ്, ഡയഫ്രംസ് ആൻഡ് cervical caps. Okay, next one, copper releasing IUDs. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് CUT. ഇനി വേറെ copper releasing multilode 375. അത് കൂടാണ്ട് നമുക്ക് കോപ്പർ 7 കൂടി ഉണ്ട് നമുക്ക് NCERT പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും തരിക. മൂന്നും പഠിച്ചിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കോൺട്രസെപ്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് IUDs ഉറപ്പായിട്ടും ചോദിക്കും. നെക്സ്റ്റ് നാച്ചുറൽ മെത്തേഡ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് ആൻഡ് അതുപോലെ വരുന്ന നാച്ചുറൽ മെത്തേഡ് ആണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് ഓർ വിത്ഡ്രോവൽ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ആൻഡ് ലാക്ടേഷണൽ അമെനോറിയ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക കേട്ടോ. സർജിക്കൽ മെത്തേഡ്, വാസെക്ടമി ഈസ് ഗിവൻ കൊടുത്തിട്ടുണ്ട്. അനദർ വൺ എന്ന് പറയുന്നത് ട്യൂബെക്ടമി. Vasectomy in males and tubectomy in females. Okay. Next question. So next question. What are IUDs? Name one copper releasing and one hormone. ഞാൻ പറഞ്ഞില്ല IUD ഷുവർ ആയിട്ടും ചോദിക്കും. Okay. Okay, IUDs are intrauterine devices. എന്താണ് IUDs? ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. യൂട്രസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഡോക്ടർ ഓർ മെഡിക്കൽ പ്രൊഫഷണൽ ഓർ നേഴ്സ് ഒക്കെയാണ് ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് കോപ്പർ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. വൺ കോപ്പർ റിലീസിംഗ് ആൻഡ് വൺ ഹോർമോൺ റിലീസിംഗ് IUDs. CUT, CU7 and multilode 375. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. IUDs മൂന്ന് ടൈപ്പ് ആണ്. നോൺ മെഡിക്കേറ്റഡ് IUDs, ലിപ്പീസ് ലൂപ്പ, കോപ്പർ റിലീസിംഗ്, കോപ്പർ ടി, കോപ്പർ 7 ആൻഡ് multilode 375. അതുപോലെ ഹോർമോൺ റിലീസിംഗ് IUDs നമുക്ക് പഠിക്കാനുള്ളത് LNG20 ആൻഡ് പ്രൊജസ്റ്റാസേർട്ട് ആണ്. ഹോർമോൺ റിലീസിംഗ് IUD, so LNG20 ആൻഡ് പ്രൊജസ്റ്റാസേർട്ട്. Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Moving on to the next question. അടുത്ത ക്വസ്റ്റ്യൻ.
scientifically it is correct to say that the sex of the baby is determined by the father and not by the mother. Do you agree with this statement? Justify your answer. ആക്ച്വലി ഇത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരു പാർട്ട് വരുന്നുണ്ട് ആൻഡ് ജനറ്റിക്സിലും ഈ ഒരു പാർട്ട് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ സെക്സ് ക്രോമസോം ഫസ്റ്റ് ഓഫ് ഓൾ എഴുതണം. മെയിൽ ആണെങ്കിൽ ഇറ്റ് ഈസ് XY ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ സോറി അനുവിന് തീരെ ശ്രദ്ധയില്ല. സോ XY ഓക്കെ ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ സെക്സ് ക്രോമസോം ഈസ് XX. സോ ഇവരുടെ ഗാമേറ്റ് ഫോർമേഷനിലും മെയിൽസിൽ എന്ത് പറ്റും? ഓരോ ഗാമേറ്റ്സിലും രണ്ട് ഡിഫറെന്റ് ക്രോമസോംസ് ആണ് നടക്കുക. റിഡക്ഷൻ ഡിവിഷൻ നടക്കും. ഡിപ്ലോയിഡി ഹാപ്ലോയിഡി ആയിട്ട് മാറും. ഗമീറ്റ്സ് സ്പേമും ഓവം വരുമ്പോഴത്തേക്കും 46 ക്രോമസോംസ് 23 ആയിട്ട് മാറും. നമ്മളത് അലീൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഗമേറ്റ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മെയിൽസിന്റെ ഗമേറ്റ്സിൽ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. 50% ഗമേറ്റ്സിൽ പല സ്പേമിലും എക്സ് ആയിരിക്കും, ബാക്കി 50% Y ആയിരിക്കും, 50% Y യും ആയിരിക്കും. പക്ഷേ ഫീമെയിൽസിന്റെ കേസിൽ എക്സ് ഉള്ള ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇവരുടെ ഏത് ഗമേറ്റ് ആണോ ഫ്യൂഷൻ നടത്തുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ചൈൽഡിന്റെ സെക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ് ക്രോമസോം ആണ് മെയിലിൽ നിന്ന് ഫീമെയിൽ ഗമേറ്റ്സുമായിട്ട് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ചൈൽഡ് വിൽ ബി ഫീമെയിൽ. ഓക്കെ, ആൻഡ് Y ക്രോമസോം ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ചൈൽഡ് വിൽ ബി മെയിൽ. ഓക്കെ, അതിനിപ്പം ഈ എക്സ് ക്രോമസോം ഈ എക്സും ആയിട്ട് ഫ്യൂസ് ചെയ്താലും ശരി, ഈ Y ക്രോമസോം ഈ എക്സും ആയിട്ട് ഫ്യൂസ് ചെയ്താലും ശരി, സെയിം രീതിയിൽ 50:50 റേഷ്യോയിലും 1/2 XX ഉം 1/2 XY യും കിട്ടും. എപ്പോഴും ജനറേഷൻ ഒരു 4 ഓഫ്സ്പ്രിംഗ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. നമ്മളിപ്പോ 2 എഴുതിയുള്ളൂ, 4 എണ്ണം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് അഗ്രി ചെയ്യാൻ പറ്റുമോ? നോ, വി കാന്റ് അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ബിക്കോസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാദർ. ഫാദർ എക്സ് ക്രോമസോം ഉള്ള സ്പേം ആണോ കൊടുക്കുന്നത്, Y ക്രോമസോം ഉള്ള സ്പേം ആണോ കൊടുക്കുന്നത്, അതിനനുസരിച്ചിരിക്കും സെക്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, നെക്സ്റ്റ് എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ് related with assisted reproductive technologies. Okay, ICSI and GIFT. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു അബ്രിവിയേഷൻസിന്റെ ഷോർട്സ് പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യനിലും ഇതിന് നമ്മളുടെ ഈ ഒരു ചാനലിൽ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കണ്ടില്ലെങ്കിൽ അതും കൂടെ പോയി ഷുവർ ആയിട്ട് കാണുക. Okay, so ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻട്ര എന്നൊക്കെ എഴുതുമ്പോൾ ഇൻട്രാന്ന് തന്നെ എഴുതണം, മാറി ഇന്റർന്നൊന്നും പോയി എഴുതിയേക്കരുത്, മാർക്ക് കിട്ടില്ല. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. അതുപോലെ തന്നെ GIFT ഗിഫ്റ്റ്, ഗമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഫാലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് ഡോണർ മദറിന്റെ ഹെൽത്തി ഡോണർ മദറിന്റെ ഗമീറ്റ്, അതായത് ഓവം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് പ്രൊസീജിയർ ഇസ് നോൺ ആസ് ART is known as gift. ഓക്കെ, അപ്പൊ അമ്നിയോസെന്റസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അമ്നിയോസെന്റസിസ് എന്ന് പറയുമ്പോൾ മദറിന്റെ ബോഡിയിൽ നിന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ ഡിറൈവ് ചെയ്യും. അതിൽ ഉറപ്പായിട്ടും ഫീറ്റൽ സെൽസ് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഫീറ്റൽ സെൽസിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. കൾച്ചർ ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ ഫീറ്റൽ സെൽസിന്റെ ഉള്ളിലുള്ള ക്രോമസോംസ് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ ഈ ക്രോമസോംസ് അബ്സോർബ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് XX ക്രോമസോം ആണോ XY ക്രോമസോം ആണോ എന്ന് മനസ്സിലാകും. സോ അതിന്റെ ഒപ്പം നമുക്ക് സെക്സ് ഓഫ് ദ ചൈൽഡും കൂടെ മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അമ്നിയോസെന്റസിസ് വൈ ഇറ്റ് ഇസ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കാരണം അമ്നിയോസെന്റസിസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെക്സ് ഓഫ് ദ ചൈൽഡ് മനസ്സിലാകും. അപ്പം ചില ആളുകൾക്ക് ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ അവിടെ ഒരു ഇഷ്ടമല്ല. ഓക്കെ, അബോർഷൻ അണ്ടർഗോ ചെയ്യാനുള്ള, അതായത് ഫീമെയിൽ ഫീറ്റസ് ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ബാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അമ്നിയോസെന്റസിസ് ഇസ് നോട്ട് ബാൻഡ്, ബട്ട് അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ബാൻഡ്. ഓക്കെ, അപ്പം പ്രീനേറ്റൽ ടെസ്റ്റ് ഫോർ അനലൈസിംഗ് ക്രോമസോമൽ abnormality ആണ്. Why is it banned? Because of female feticide. Okay. Next question. Match the following. രണ്ട് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ മാച്ച് ചെയ്തോ മിസ്സേ. ഓക്കെ, സോ LH സർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവുലേഷൻ ടൈമിലാണ് LH സർജ് ഉണ്ടാകുന്നത്. അടുത്ത നമ്മുടെ ലേഡിക് സെൽസ് ആണ് ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആംബുലറി ഇസ്മിക് ജെൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താ സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ ഈവന്റ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ന്യൂട്രീഷൻ ടു സ്പെമാറ്റിക്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇതുപോലെ
അതുപോലെ തന്നെ മന്ത്സ് ഓഫ് പ്രഗ്നൻസി വെച്ചിട്ട് എന്തൊക്കെ ഈവൻസ് ആണ് നടക്കുന്നത് അതാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് മന്തിൽ നോർമലി എന്താണ് സംഭവിക്കുന്നത്? ഹാർട്ട് ഈസ് ഡെവലപ്പിംഗ്. സോ ഹാർട്ട് സൗണ്ട് ക്യാൻ ബി നോട്ടീസ്ഡ് യൂസിങ് സ്റ്റെതസ്കോപ്പ്. ഇനി സെക്കൻഡ് മന്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഓഫ് ദ ഫീറ്റസ് വിൽ ബി ഡെവലപ്ഡ്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് മന്തിലാണ് ആദ്യത്തെ മൂവ്മെന്റ്, ഫീറ്റസിന്റെ ആദ്യത്തെ മൂവ്മെന്റ് നമുക്ക് അമ്മയ്ക്ക് അറിയാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ഈസ് ഒബ്സർവ്ഡ്. ആൻഡ് സിക്സ്ത് മന്തിൽ eyelids will be separated and eyelashes are formed. Fine hairs എല്ലാം ഡെവലപ്പ് ആകുന്നത് ഈ 6th മന്തോട് കൂടിയാണ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് IUDs. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. സോ നോൺ മെഡിക്കേറ്റഡ് IUDയുടെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ലിപ്പീസ് ലൂപ്പ്. ഓക്കെ, CU7 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹോർമോൺ റിലീസിംഗ് IUDs, LNG20 ആൻഡ് പ്രൊജസ്റ്റാസെർട്ട്. ഓക്കെ, പ്രൊജസ്ട്രാറ്റ് ഇതാണോ മിസ്സസ് സ്പെല്ലിംഗ്? അല്ല, പ്രൊജസ്റ്റാസെർട്ട്. സോറി അയ്യോ. ഓക്കെ കട്ട് ചെയ്ത്. ഓക്കെ, കുഴപ്പമില്ല. പ്രൊജസ്റ്റാസെർട്ട് എപ്പോഴും അത് അതിൽ ഒരെണ്ണം കൂടി എഴുതാനുണ്ട്. ഒരെണ്ണം കൂടി എഴുതിക്കോ. ഹോർമോൺ റിലീസിംഗ് IUD LNG20 എഴുതിയില്ല. Okay, LNG20 and progesterone. Okay, next question. Write any 4 differences between spermatogenesis and oogenesis. നമുക്ക് പെട്ടെന്ന് എഴുതാം. Spermatogenesis അല്ലെങ്കിൽ oogenesis എന്തോ ആയിക്കോട്ടെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ കറക്റ്റ് 2 ടാബുലർ കോളം ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം. Spermatogenesis എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ that is miss I will take the yellow color നല്ല ക്ലിയർ ആകുള്ളൂ. ഓക്കെ, അപ്പൊ spermatogenesis എന്ന് പറയുമ്പോൾ മിസ് യെസ് ഫോർമേഷൻ ഓഫ് സ്പേംസ് ആണ്. oogenesis എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓർ ജനറേഷൻ ഓഫ് ഓവം ആണ്. spermatogenesis എവിടെ നടക്കുന്നു? ഹ്യൂമൻ മെയിൽസിൽ നടക്കുന്നു. oogenesis എവിടെ നടക്കുന്നു? ഫീമെയിൽസിൽ നടക്കുന്നു. spermatogenesis സ്പീഡ് കൂടുതലാണോ? ഫീമെയിൽസിൽ നടക്കുന്നു. ഓക്കെ, സ്പെർമാറ്റോജെനസിസ് പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസിലാണ് നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം oogenesis നടക്കുന്നത് ഫീമെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഓവറിയിലാണ്. നെക്സ്റ്റ് വൺ, സ്പെർമാറ്റോജെനസിസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? മെയിൽസിൽ വിത്ത് ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ oogenesis എന്ന് പറയുമ്പം ഫീമെയിൽസിൽ അത് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഫസ്റ്റ് മിയോസിസ് എത്തുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് മിയോട്ടിക് അറസ്റ്റിൽ അവിടെ നിൽക്കും. ബാക്കി പ്യൂബർട്ടിയിലാണത് ആ ഒരു അറസ്റ്റ് മാറിപ്പോകുന്നത്. Okay, so 4 basic differences നമ്മൾ എഴുതിയിട്ടുണ്ട്. Next question. When experiments on Snapdragon was conducted, Kumar got the flower ratio 1 red, 2 pink, 1 white. Does it follow Mendelian inheritance ratio? Give reason. So ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് കിട്ടിയ റേഷ്യോ 1:2:1 ആണ്. ഇത് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് കേട്ടോ. റെഡ്, പിങ്ക്, വൈറ്റ് എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1:2:1 എന്ന് പറയുന്നത്. മെന്റലിയൻ ഇൻഹെറിറ്റൻസ് റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ടോ? നോ, ഡയറക്ട്ലി ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ. 3:1 ആണ്. 3:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഫോളോയിങ് മെന്റലിയൻ ഇൻഹെറിറ്റൻസ് റേഷ്യോ. ഗിവ് റീസൺ. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. Okay, so it is incomplete dominance ആണ്. ക്യാപിറ്റൽ ആർ ക്രോസ് സ്മോൾ ആർ റെഡ് വൈറ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടും F1. നോർമലി അത് മെന്റലിന്റെ ജനറ്റിക്സ് ആയിരുന്നെങ്കിൽ അത് റെഡ് ആയിരുന്നു. ക്യാപിറ്റൽ ആർ വിൽ ബി ഡോമിനേറ്റിംഗ് ഓവർ സ്മോൾ ആർ. പക്ഷേ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിൽ അവിടെ പിങ്ക് കളർ കിട്ടി. പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ രണ്ട് ഫിനോടൈപ്സ് മിക്സ് ചെയ്തുള്ള ഒരു ക്യാരക്ടർ പിങ്ക് കളർ. യെസ്, അപ്പോൾ പിന്നെ നമ്മൾ F2 നോക്കുമ്പോഴത്തേക്കും 1:2:1 റേഷ്യോ ആണ് അവിടെ ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. Okay, അടുത്ത ക്വസ്റ്റ്യൻ. First child of a couple was affected with sickle cell anemia. Symbols analyze ചെയ്യാനാണ്. കുറേ കഥയായിട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ സിംപ്ലി നമ്മൾ ഈ എന്താണ് ഈ സിംബൽസ് ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. ഏതാണെന്ന് പറയാം. Mating, normal mating. First one is mating. അടുത്തത് എന്ന് പറയുന്നത് mating between relatives, consanguineous marriage ആണ്. Mating between relatives, consanguineous marriage. Okay, അടുത്തത് circle ഷെയ്ഡഡ് ആയിട്ട് വരുവാണെങ്കിൽ it is affected female. And അടുത്തത് ഒരു plain square ആണ്. So normal male. Male എന്ന് എഴുതാം, normal male എന്ന് എഴുതാം. Okay, കഴിഞ്ഞോ? ഇല്ല. Okay, next question. ഇല്ല, next question. Okay, അടുത്ത question.
സോ രണ്ട് അമിനോ ആസിഡ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ ഓഫ് 2 individuals ആർ ഷോൺ ബിലോ. ഓക്കെ, സോ രണ്ട് അമിനോ ആസിഡ് ചെയിൻ കൊടുത്തിട്ടുണ്ട്. വാലിൻ, ഹിസ്റ്റൈൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രോലിൻ ഇതുവരെ എല്ലാം കോമൺ ആണ്. ഇവിടെ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് വണ്ണില് ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. സെക്കൻഡ് വണ്ണില് വാലിൻ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഹീമോഗ്ലോബിൻ ഓഫ് സിക്കിൾ സെൽ അനീമിയ പേഷ്യന്റ് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അബ്നോർമൽ ചെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം നമ്മുടെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ വാലിൻ വരുന്നതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയുടെ ഡിസീസ് എന്ന് പറയുന്നത്. വാലിൻ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ ദ ബീറ്റ ഗ്ലോബിൻ ചെയിൻ. സോ നമ്മുടെ സെക്കൻഡ് ചെയിൻ ആണ് ഇവിടെ ഒരു സിക്കിൾ സെൽ അനീമിയയുടെ എന്ന് പറയുന്നത്. വൺ എന്ന് പറയുന്നത് നോർമലിന്റേതാണ്. ഗിവ് റീസൺ ഫോർ ഇറ്റ്. റീസൺ എന്ന് പറയുന്നത് ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന കോഡോണിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള ബേസുകളുടെ ചേഞ്ച് ആണ്. GAG കോഡോൺ GUG കോഡോൺ ആയിട്ട് മാറുന്നു. ഇവിടെ അഡിനിന് പകരം യുറാസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ തലസീമിയ നോക്കുവാണെങ്കിൽ തലസീമിയ എന്താണ്, എന്ത് ഡിസോർഡർ ആണ്? ഇറ്റ് ഈസ് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ബ്ലഡ് ഡിസീസ് ആണ്. ഹീമോഫീലിയ. നെക്സ്റ്റ് ഈസ് ഹീമോഫീലിയ എക്സ് ക്രോമസോം ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. ഡൗൺ സിൻഡ്രോം ഒരു ക്രോമസോമൽ ഡിസോർഡർ ആണ് ഡ്യൂ ടു ട്രൈസോമി 21. 21ാമത്തെ ക്രോമസോം ഒരെണ്ണം കൂടി എക്സ്ട്രാ വന്നിരിക്കുന്നു. ക്ലൈൻഫ്ലെട്ടർ സിൻഡ്രോം മെയിൽസിലാണ് സംഭവിക്കുന്നത്. ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരും. ഗൈനക്കോമാസ്റ്റി എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്. ഓക്കെ, അതിനാണ് ഗൈനക്കോമാസ്റ്റി എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് പെട്ടെന്ന് ചെയ്തു. ഇത് റിപ്പീറ്റഡ് ഏതാണ്? ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, പ്രസൻസ് ഓഫ് എക്സ്ട്രാ, ഡൗൺ സിൻഡ്രോം, ട്രൈസോമി. ഓക്കെ, ടേണർ സിൻഡ്രോം വരുന്നുണ്ട്. ലാക്ക് ഓഫ് 1 എക്സ് ക്രോമസോം. ഇത് ഫീമെയിൽസിലാണ് വരുന്നത്. ഒരു എക്സ് ക്രോമസോം മിസ് ആയി പോകുന്നു. ഫീനൈൽകെറ്റോന്യൂറിയ ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻ ഓട്ടോസോമൽ റെസസീവ് ട്രെയ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. TH Morgan selected Drosophila melanogaster as a suitable experimental organism. Mention any 2 reasons for selecting Drosophila as an experimental organism. ഇത് നമുക്ക് പറയാം, എഴുതണ്ട. ഓക്കെ, വെറുതെ സമയം പോകും. ചെറിയ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ലാബിൽ ഒരുപാട് വളർത്താൻ പറ്റി. അതാണ് ഫസ്റ്റ് റീസൺ. അതായത് ഒറ്റ ലൈഫ് സൈക്കിളിൽ തന്നെ, അതായത് വളരെ കുറച്ച് ലൈഫ് സൈക്കിൾ ആയതുകൊണ്ട് അവര് ഒരുപാട് ഒറ്റ റീപ്രൊഡക്ഷൻ തന്നെ ഒരുപാട് പ്രോജനീസിനെ നമുക്ക് കിട്ടി. ഇനി അത് മാത്രമല്ല, ഇവരെ സിമ്പിൾ ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റും. ഫീമെയിലിനെ മെയിലിനെ ഈസി ആയിട്ട് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റും. അവരുടെ ഡിഫറെന്റ് ട്രെയ്റ്റ്സും നന്നായിട്ട് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മുടെ TH Morgan. ഇനി 2 റീസൺസ് ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു എഴുതാം. യെസ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് മെൻഡൽസ് എക്സ്പെരിമെന്റ് യൂസിംഗ് പീ പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ ക്രോസ് ഐഡന്റിഫൈ ചെയ്യാം. ഇത് ഏതാണ് ക്രോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. F2 ജനറേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റുമാണ് കിട്ടിയിരിക്കുന്നത്. സോ വിച്ച് ഈസ് ദ ക്രോസ്? ദിസ് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. Which are the laws proposed by Mendel based on this observation? Okay, Mendel totally 3 laws ആണ് derive ചെയ്തിരിക്കുന്നത്. Law of dominance, law of segregation and law of independent assortment. അതിലെ ഫസ്റ്റ് 2 laws മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടുള്ള ലോസ് ആണ്. And last law dihybrid cross. സോ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ എഴുതാം? law of dominance, law of dominance, അതുപോലെ തന്നെ law of segregation. Okay. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Consider 2 statements regarding the hemophilia disorder. It is an autosome linked dominant disease. The heterozygous female or the carrier for hemophilia may transmit the disease to son. Select the wrong statement and correct it. Okay. സോ നമുക്കിതിൽ കാണാൻ പറ്റും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ് എന്നാണ്. നമ്മുടെ ശരിക്കും ഹീമോഫീലിയ എന്താണ്? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. നമുക്ക് ഡോമിനന്റ് ട്രേറ്റ് ആയിട്ട് ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനന്റ് ട്രേറ്റ് ആയിട്ട് ആകെ ഒന്നേ ഉള്ളൂ, അത് മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു ഹെട്രോസൈഗസ് ഫീമെയിൽ കാരിയർ, എക്സ് ക്രോമസോമിലെ ഒരെണ്ണം ഡിസീസ് അലീലായിട്ടുള്ള ഒരു ഫീമെയിൽ കാരിയർ
അവരുടെ സണ്ണിന് ഡിസീസ് കൊടുക്കുമോ എന്നാണ്. സണ്ണിന് ഉറപ്പായിട്ടും ഡിസീസ് കൊടുക്കും. കാരണം സണ്ണിന് ആകെ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ആ എക്സ് ക്രോമസോം ഈ ഡിസീസ്ഡ് കാരിയറിന്റെ എക്സ് ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സണ്ണിന് ഡിസീസ് ഇൻഹെറിറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം കുറച്ച് സമയമുണ്ട്, വീഡിയോസ് നിങ്ങൾ സ്പീഡിലിട്ട് കണ്ടാലും മതി. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരിക. റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ എക്സാമിന് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ. താങ്ക് യു.